ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും, ഈ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. ഈ വെലോസിറ്റി സെലക്ടറും പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആയിട്ടുള്ള സൈക്ലോട്രോണും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എല്ലാ വർഷങ്ങളിലും ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അത് സ്റ്റേറ്റ് സിലബസിനും ക്വസ്റ്റ്യൻ ഉണ്ട്, CBSEനും ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നല്ലപോലെ ഈ കാര്യങ്ങൾ പഠിക്കണം. ഇതിന്റെ രണ്ടിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് ഈ പറഞ്ഞ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്ന സൈക്ലോട്രോണിലും അതുപോലെ തന്നെ വെലോസിറ്റി സെലക്ടറിലും ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിലൂടെയുള്ള മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റീജിയണിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ റീജിയണിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ പാസ് ചെയ്യിക്കുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും അല്ലെങ്കിൽ അതിലൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവുകയും അതുമൂലമുള്ള കോൺസെപ്റ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഫോഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് ഡിവൈസസും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F = QVB അല്ലെങ്കിൽ Q × B × B ആണെന്ന് പഠിച്ചു. ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് F = QE ആണെന്ന് പഠിച്ചു. ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് മൂലം ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ റൊട്ടേഷൻ മോഷനിൽ വരുമ്പോൾ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നെങ്കിൽ, ഇലക്ട്രിക് അല്ല മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാവുകയും ആ ചാർജ്ഡ് പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈൻ മോഷന് പകരം സർക്കുലർ മോഷനിലേക്ക് വരികയും ചെയ്യുമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് വെലോസിറ്റി സെലക്ടർ ആണ്. അപ്പോൾ വെലോസിറ്റി സെലക്ടറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു റീജിയണിൽ മാഗ്നറ്റിക് ഫീൽഡും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്താൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളൊരു ചാർജ് എൻ്റർ ചെയ്യുവാണെങ്കിൽ ആ ചാർജിൽ ഒരു ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാവും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള. അല്ലെങ്കിൽ ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. നമുക്കറിയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം അപ്വേർഡ് ഡിറക്ഷനിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട്. അതായത് V എന്ന് പറയുന്ന ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡിറക്ഷനിലേക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷൻ നമ്മൾ എടുത്താൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പ്ലെയിൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡും അതിന്റെ വെലോസിറ്റി ആയിട്ടൊരു പ്ലെയിൻ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അവിടുത്തെ ഫോഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ കമ്പൈൻഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ മൂവ് ചെയ്യുന്ന ചാർജിൽ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത് മൂലം ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡാണ് ഈ ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചാർജിൽ റിയൽ ആയിട്ടും ഒരു വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞായിരുന്നു, മാഗ്നറ്റിക് ഫോഴ്സ് ഒരിക്കലും ഒരു വർക്ക് ചെയ്യുകയല്ല ചാർജിൽ, പകരം ചാർജിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ മാറ്റും. എന്ന് പറഞ്ഞാൽ ചാർജ് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ചാർജ് സർക്കുലർ മോഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന് പറ്റും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയല്ല ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യും. അതായത് ചാർജിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ട് ആ ചാർജിനെ കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ വെലോസിറ്റി ട്രാവൽ ചെയ്യാനും, അതായത് അതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുകയും അതുമൂലം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യും. ഏതിലാണ്? ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. അതേ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, പകരം എന്ത് ചെയ്യുകയാണ്? ആ ചാർജിന്റെ ഡയറക്ഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും
മാഗ്നറ്റിക് ഫീൽഡും ചില സിറ്റുവേഷനുകളിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്, ഇലക്ട്രിക് ഫോഴ്സും അപ്വേർഡ് ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ, ചാർജിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ആ ചാർജിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറേഞ്ച് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഡൗൺവേർഡ് ആക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് അപ്വേർഡും മാഗ്നറ്റിക് ഫോഴ്സ് ഡൗൺവേർഡും ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യിക്കാൻ പറ്റും. അതിന് ഡീവിയേഷൻ വരാതെ സ്ട്രെയിറ്റ് ലൈനിൽ ചാർജിനെ നമുക്ക് ട്രാവൽ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ചാർജിനെ ട്രാവൽ ചെയ്യിക്കുന്നത് വഴി പല വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്നും നമുക്ക് ഒരു പ്രത്യേക ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം, പല വെലോസിറ്റികളിൽ ട്രാവൽ ചെയ്യുന്ന പല ചാർജ്ഡ് പാർട്ടിക്കിൾ, അത് പ്രോട്ടോൺ ആകാം, ഇലക്ട്രോൺ ആകാം, അതുപോലെ തന്നെ ഡ്യൂട്രോൺ ആകാം, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ആക്കാം. ഇങ്ങനെയുള്ള പല മാസുകളുള്ള പല ചാർജുകളുള്ള പാർട്ടിക്കിളുകളുടെ ഗ്രൂപ്പിൽ നിന്നും ഒരു പ്രത്യേക ചാർജുള്ള പാർട്ടിക്കിളുകളെ മാത്രം, ഒരു പ്രത്യേക വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളിനെ മാത്രം, അതായത് ഒരിക്കലും 5 കുളോമ്പും 10 കുളോമ്പും 25 കുളോമ്പും ഒക്കെയുള്ള ചാർജുകളുണ്ട്, അതെല്ലാം പല വെലോസിറ്റികളിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ, അത് ഒരു പ്രത്യേക വെലോസിറ്റി പൊസസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിളുകളെ മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ ഈ തിയറി ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെലോസിറ്റി സെലക്ടറിന്റെ തിയറി അപ്ലൈ ചെയ്യാം. അതാണ് നമ്മൾ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. അതിനെ വെലോസിറ്റി സെലക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വെലോസിറ്റി സെലക്ടറിന്റെ പർപ്പസ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം: ഔട്ട് ഓഫ് എ ബീം ഓഫ് ഡിഫറെന്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് traveling with different velocities, using this velocity selector we can select a particular charged particles or a group of charged particles traveling in same velocity travel ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിളിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഔട്ട് ഓഫ് എ ബീം ഓഫ് ഡിഫറെന്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് we can use this theory or this process or this device called particle വെലോസിറ്റി സെലക്ടർ. ഓക്കെ, പാർട്ടിക്കിൾ സെലക്ടർ അല്ല, വെലോസിറ്റി സെലക്ടർ. അപ്പോൾ വെലോസിറ്റി സെലക്ടറിന്റെ പർപ്പസ് ഓർത്തിരിക്കുക: പല ചാർജ്ഡ് പാർട്ടിക്കിൾ, പല വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഡിഫറെന്റ് ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്നും ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, ഇങ്ങനെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ എക്സ്ട്രാക്ട് ചെയ്യാനാണ് നമ്മൾ വെലോസിറ്റി സെലക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ ഇലക്ട്രിക് ഫോഴ്സ് അപ്വേർഡ് ആക്കണം. അതുപോലെ തന്നെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഡൗൺവേർഡ് ആയിട്ട് കിട്ടണം. അത് ഓട്ടോമാറ്റിക്കലി ഡൗൺവേർഡ് ആയിക്കോളും. കാരണം ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ എപ്പോഴും ഇത് പോസിറ്റീവ് ചാർജ് ആണ് ഈ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ, ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലല്ലേ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് വരുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത് എപ്പോഴും മൂവ്മെന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അതുപോലെ തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് ഈ മുമ്പോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ സ്ക്രീനിനുള്ളിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ അകത്തോട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാഗ്നറ്റിക് ഫീൽഡും ഇതിന്റെ ഇന്നർ പാർട്ടിലേക്ക് നമ്മൾ ചാർജിന്റെ മൂവ്മെന്റും വന്നാൽ ആ ചാർജിന്റെ ഫോഴ്സ് എങ്ങോട്ടാണ് വരുന്നത്? ഡൗൺവേർഡ് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഡൗൺവേർഡ് ആണ്, ഇലക്ട്രിക് ഫോഴ്സ് അപ്വേർഡും മാഗ്നറ്റിക് ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി ഡൗൺവേർഡും ആവും. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിലെ ഫോഴ്സ് സീറോ ആക്കാൻ പറ്റും. അപ്പൊ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഫോഴ്സ് സീറോ ആകുന്നത് അതിന്റെ ആ ചാർജ്ഡ് പാർട്ടിക്കിളുകളുടെ വെലോസിറ്റിയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ചാർജ്ഡ് പാർട്ടിക്കിളിലെ ഫോഴ്സ് സീറോ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സീറോ ആകുന്ന സമയത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സിറ്റുവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഇക്വേഷൻ വെച്ച് വേണം നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ, ഡിറൈവ് ചെയ്യാൻ പോവുകയാണത്. അതിന് നമുക്ക് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇലക്ട്രിക് പ്ലസ് എഫ് മാഗ്നറ്റിക് എന്ന് എഴുതാം.
എഫ് ഇലക്ട്രിക് എന്ന് പറയുന്നത് ക്യൂ ഇ ആണ്, എഫ് മാഗ്നറ്റിക് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. അതുകൊണ്ട് ടോട്ടൽ ലോറൻസ് ഫോഴ്സിനെ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് ബി ക്രോസ് ബി എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എഫ് ഇലക്ട്രിക്കും എഫ് മാഗ്നറ്റിക്കും ഈക്വൽ ആയാൽ നെറ്റ് ഫോഴ്സ് എത്രയാവും? ചാർജ്ഡ് പാർട്ടിക്കിളിലുള്ള നെറ്റ് ഫോഴ്സ് ആ സമയത്ത് എഫ് ഇലക്ട്രിക്കും എഫ് മാഗ്നറ്റിക്കും ഈക്വൽ ആകുന്ന സമയത്ത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ എഫ് ഇലക്ട്രിക്കിന്റെയും എഫ് മാഗ്നറ്റിക്കിന്റെയും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂ ഇ ഈക്വൽ ടു ക്യൂ ബി ബി എന്ന് എഴുതാം. നമുക്ക് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആണ് ഇവിടെ, കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആണ്. മാക്സിമം ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് ബി ക്യൂ ബി എന്നെടുക്കാം. അതുകൊണ്ട് തന്നെ എഫ് ഇലക്ട്രിക് ഈക്വൽ ടു എഫ് മാഗ്നറ്റിക് എന്നുള്ളതിനെ ക്യൂ ഇ ഈക്വൽ ടു ബി ക്യൂ ബി എന്ന് വരും. ക്യൂ ഇ ഈക്വൽ ടു ബി ക്യൂ ബി എന്നായിട്ട് മാറും. അപ്പോൾ നെറ്റ് ഫോഴ്സ് വരുന്നതിന്റെ കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് ക്യൂ രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്താൽ ഇ ഈക്വൽ ടു ബി ബി എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ബി ബി എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്നും വെലോസിറ്റി വി ഈക്വൽ ടു ഇ ബൈ ബി എന്ന് വരും. വെലോസിറ്റി വി ഈക്വൽ ടു ഇ ബൈ ബി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ വെലോസിറ്റി വി ഈക്വൽ ടു ഇ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇയും മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ബിയും ആണെങ്കിൽ ഇ ബൈ ബി എന്ന് പറയുന്ന കിട്ടുന്ന വാല്യൂ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ പെർ കുളോംബ് ആണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 5 ടെസ്ല ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വെലോസിറ്റി എത്ര വരും? 10/5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. മീനിങ് എന്തെന്ന് വെച്ചാൽ 10/5 എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്കറിയാം 2 ആണ് അല്ലെ. 10/5 എന്ന് പറയുന്നത് 2 ആണ്. 2 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈ ഇവിടെ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആവുകയും അല്ലെ 2 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിൾസ് മാത്രം നേരെ ട്രാവൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രോട്ടോൺസ് കാണാം, ഇലക്ട്രോൺസ് കാണാം, ന്യൂട്രോണുകൾ കാണാം, പല പാർട്ടിക്കിളുകൾ, പല ചാർജുള്ള പാർട്ടിക്കിൾസ് കാണും. പക്ഷേ ആ ചാർജിൽ, അതായത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു പ്രത്യേക ചാർജിനെ എക്സ്ട്രാക്ട് ചെയ്യുകയല്ല, പോസിറ്റീവ് ചാർജിനെ മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുകയോ നെഗറ്റീവ് ചാർജിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുകയോ അല്ല ചെയ്തത്. പകരം ഈ ഗ്രൂപ്പ് ഓഫ് ചാർജ് പാർട്ടിക്കിളുകളിൽ ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളുകൾ, അത് 5, 10, 15 ഒക്കെ ആകാം, അങ്ങനെ ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളുകൾ, അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പല ചാർജ് പാർട്ടിക്കിളുകളുണ്ട്. പക്ഷെ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സിമിലാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ എല്ലാം വെലോസിറ്റീസ് സെയിം ആണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളുകളെ എല്ലാം കൂടി നമുക്ക് കമ്പൈൻ ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നെറ്റ് ഫോഴ്സ് 0 ആക്കിക്കൊണ്ട് അതിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഡിവൈസിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർത്തിരിക്കുക. എങ്ങനെയാണ് വെലോസിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂവിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ തന്നു, വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 50 ആയിരുന്നു വിചാരിക്കുക, 50 ന്യൂട്ടൺ പെർ കുളോംബും മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 5 ന്യൂട്ടൺ പെർ കുളോംബ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 50 മാഗ്നറ്റിക് ഫീൽഡ് 5 ആയിട്ട് കൊടുത്താൽ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ എല്ലാം നമുക്ക് ഈ സൈക്ലോട്രോൺ അല്ല പാർട്ടിക്കിൾ സെലക്ടർ അല്ലെങ്കിൽ വെലോസിറ്റി സെലക്ടർ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വെലോസിറ്റി സെലക്ടറിൽ നമുക്ക് ഏത് വെലോസിറ്റി ആണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വെലോസിറ്റിനെയാണോ നമുക്ക് കിട്ടേണ്ടത്, ഏത് വെലോസിറ്റിയുള്ള ചാർജ്ഡ് പാർട്ടിക്കിളുകളെയാണോ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, ആ ചാർജ്ഡ് പാർട്ടിക്കിളുകൾക്ക് വാല്യൂ വരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ നമുക്ക് വേണ്ട വെലോസിറ്റി വരത്തക്ക രീതിയിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ വാല്യൂ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി നമുക്കിതിനെ എടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് വെലോസിറ്റി സെലക്ടറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ഡെറിവേഷൻ നല്ലപോലെ പഠിക്കുക. ഇതിന്റെ നോട്ട് നമ്മുടെ പ്രിന്റഡ് നോട്ട് തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നോട്ട് അവിടെ നിന്ന് എഴുതണം. ഡെറിവേഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. നോട്ട് റഫർ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വെക്കുക എക്സാമിന് എഴുതാവുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നോക്കുക, ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്ത് പറ്റുമെന്ന്. വെലോസിറ്റി ബി ഈക്വൽ ടു ഇ ബൈ ബി ആണെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ, ആ വെലോസിറ്റിയിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ഇപ്പൊ നിങ്ങൾ കാണുന്നത് പോലെ ഡീവിയേറ്റ് ചെയ്യാതെ നേരെ ട്രാവൽ ചെയ്തു പോകും.
അപ്പോൾ അതിന് ഡിഫ്ലക്ഷൻ വരികയില്ല. ആ ചാർജ്ഡ് പാർട്ടിക്കിളുകൾ എന്ത് ചെയ്യും? ഡീവിയേഷൻ ഇല്ലാതെ പോകും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, കുറച്ച് ചാർജ്ഡ് പാർട്ടിക്കിൾ മുകളിലേക്ക് പോകും, കുറച്ച് ചാർജ്ഡ് പാർട്ടിക്കിൾ താഴേക്ക് ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിളുകൾക്ക് വെലോസിറ്റി വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഇ ബൈ ബി, അതായത് വെലോസിറ്റി ഇ ബൈ ബി അല്ലാത്ത ചാർജ്ഡ് പാർട്ടിക്കിളുകൾ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യും. അത് മുകളിലേക്ക് പോകാം, താഴേക്ക് പോകാം. അതാണ് നമ്മൾ വെലോസിറ്റി സെലക്ടറിനെ കുറിച്ച് കൂടുതലായിട്ട്, അല്ലെങ്കിൽ വെലോസിറ്റി സെലക്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. ഒരു ഹ്യൂജ് ഡിവൈസ്, വളരെ വലിപ്പം കൂടിയ ഒരു ഡിവൈസ് ആണ്. ഈ മാസ് സ്പെക്ട്രോമീറ്ററും അടുത്തായിട്ട് നമ്മൾ പഠിക്കാനുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്റർ, സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസും ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്താണ്. മാസ് സ്പെക്ട്രോമീറ്ററുകളും അതുപോലെ തന്നെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സും വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ച വെലോസിറ്റി സെലക്ടറിന്റെ പ്രിൻസിപ്പൾ ബേസ് ചെയ്താണ്. ഈ മാസ് സ്പെക്ട്രോമീറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളുകളെ അതിന്റെ ചാർജ് ടു മാസ് റേഷ്യോയുടെ ബേസിസിൽ, ചാർജിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ മാസിന്റെ വാല്യൂ, ചാർജ് ടു മാസ് റേഷ്യോയിലെ ബേസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ മാസ് സ്പെക്ട്രോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളുകളെ വളരെ ഹൈ എനർജിയിലേക്ക്, അതിന്റെ വെലോസിറ്റി കൂടുമ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി കൂടുമല്ലോ, ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ കൈനറ്റിക് എനർജി. അങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിളുകളെ ഹൈ കൈനറ്റിക് എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ, അതിന്റെ വെലോസിറ്റി കൂടിയിട്ട് ഹൈ കൈനറ്റിക് എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കുക, പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളും മാസ് സ്പെക്ട്രോമീറ്ററുകളും വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ച വെലോസിറ്റി സെലക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പളിലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഹൈ വെലോസിറ്റിയിലേക്കും അതുപോലെ തന്നെ ഹൈ കൈനറ്റിക് എനർജിയിലേക്കും കൊണ്ടുവരാനുള്ള സാധനമാണെന്ന് പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്റർ സൈക്ലോട്രോൺ ആണ്. അതിന്റെ സ്പെല്ലിംഗ് നോക്കിയേക്കണം, CYLOCTRON. സൈക്ലോട്രോൺ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരുകൾ ഇപ്പൊ കണ്ടു. അത് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് അല്ലത്, അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇനി സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ്, അതിന്റെ ഒരു ടിപ്പിക്കൽ ഡയഗ്രം ഈ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു സെമി സർക്കുലർ ഷേപ്പിലിരിക്കുന്ന, ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇത് മനസ്സിലാവും, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് സൈക്ലോട്രോൺ. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കുന്ന ഈ സൈക്ലോട്രോണിൽ നമുക്ക് രണ്ട് സെക്ഷനുകളുണ്ട്, രണ്ട് ഹെമിസ്ഫെറിക്കൽ, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിനെ രണ്ടായിട്ട് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ രണ്ട് ഹാഫ് ആയിട്ട് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ ഈ പറയുന്ന സൈക്ലോട്രോൺ. അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയിലുള്ള വ്യൂ കാണിക്കാം. അപ്പോൾ ഇതില് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഓസിലേറ്റർ യൂസ് ചെയ്ത് ഒരു വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. ആ കൂട്ടത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്പ് ആൻഡ് ഡൗൺ റീജിയണിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇതിനുള്ളിലുള്ള സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിൽ, അതായത് ഈ കാണുന്ന സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിൽ, അതിനെ നമുക്ക് ഡീസ് എന്നാണ് വിളിക്കുന്നത്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, അപ്പർ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പർ വ്യൂ നിങ്ങൾക്ക് കണ്ടു, അപ്പറിൽ ഒരു ഡിസ്ക് പോലെ ഒരു പാർട്ട് കണ്ടായിരുന്നു അല്ലേ? ഒന്നുകൂടെ നോക്കാം. അപ്പർ പാർട്ടിൽ നമുക്കൊരു ഡിസ്ക് പോലെ ഒരു പാർട്ടുണ്ട്, ലോവർ പാർട്ടിൽ ഒരു ഡിസ്ക് പോലെ ഒരു പാർട്ടുണ്ട്. അത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് ഈ മുകളിൽ താഴെ വെച്ചിരിക്കുന്നത്. ഈ പാർട്ടാണ് നമ്മൾ പറയുന്ന സെമി സർക്കുലർ ഷേപ്പിലിരിക്കുന്ന പാർട്ട്. അപ്പോൾ അത് മുകളിൽ നിന്ന് നമ്മൾ വാച്ച് ചെയ്താൽ ഇംഗ്ലീഷ് ലെറ്റർ ഡി പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇങ്ങനെ ഒരു ഡി ഉണ്ട്, ഇവിടെ ഒരു ഡീനെ റിവേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന പോലെ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡീസ്, അതിനെ ക്യാപിറ്റൽ D1, രണ്ടാമത്തേതിനെ നമ്മൾ D2 എന്നും വിളിക്കും. ഒരെണ്ണത്തിന് D1, ഒരു ഡിക്ക് നമ്മൾ D1 എന്നും, നെക്സ്റ്റ് ഡി ഈസ് നോൺ ആസ് D2. അപ്പോൾ ഈ ഡി എന്നുള്ള പേര് വരുന്നത് അതിന്റെ ഷേപ്പിൽ നിന്നാണ് ഡീസ് എന്നുള്ള പേര് വരുന്നത്. ഈ ഡീസിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണാം. നിങ്ങൾക്ക് ഇപ്പൊ കാണാം, ഡീസിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണാം. ഈ ഗ്യാപ്പിൽ വെച്ച് ചാർജ്ഡ് പാർട്ടിക്കിളുകൾ ആക്സിലറേറ്റ് ചെയ്യും. ഡീസിലാണ് നമ്മൾ ഈ കാണുന്ന ഡീസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സിലിണ്ടർ എടുത്ത് നടുവേ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ ആ സിലിണ്ടർ രണ്ട് ഹാഫാണ്. ആ പൊട്ടിച്ച സിലിണ്ടറിനെ നമ്മൾ അല്പം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്യാപ്പ് അതിനിടയ്ക്ക് ഫോം ചെയ്തു. അപ്പോൾ ഒരു ഡിക്ക് നമുക്ക് D1 എന്നും അടുത്ത ഡീനെ നമ്മൾ D2 എന്നും കോൾ ചെയ്യുന്നു. ഇതിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉപയോഗിച്ചാണ്. ഒരു ഓസിലേറ്റർ ഉപയോഗിച്ചാണ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത്. ആ ഓസിലേറ്റർ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഓസിലേറ്റർ ഒരു
ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറണ്ടിനെ അല്ലെങ്കിൽ വോൾട്ടേജിനെ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ രണ്ട് ഡീസിലും D1ലും D2ലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് D1ൽ നിന്ന് ആദ്യം D1നെ പോസിറ്റീവ് ആക്കും, പിന്നീട് അത് ആ സമയത്ത് D2 നെഗറ്റീവ് ആയിരിക്കും, പിന്നീട് D2 പോസിറ്റീവ് ആകും, D1 നെഗറ്റീവ് ആകും, അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി ആക്ട് ചെയ്യുന്നത് ഈ ഗ്യാപ്പിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പിൽ മാത്രം ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു, ഒരു ഹോളോ മെറ്റാലിക്, ഈ സാധനം ഒരു മെറ്റാലിക് സിലിണ്ടറാണ്. ഞാൻ പറഞ്ഞ ഒരു സിലിണ്ടറിനെ നടുവെ പൊട്ടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റാലിക് സിലിണ്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഒരു മെറ്റലിലല്ലേ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ മെറ്റാലിക് സിലിണ്ടറിന് ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഷെല്ലിനുള്ളിൽ നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ മെറ്റാലിക് ഷെല്ലിന്റെ ഉൾഭാഗത്ത്, അതായത് ഡീസിന്റെ ഉൾഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഡീസിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ, അത് ഡീസിന്റെ ഉള്ളിലല്ലല്ലോ, മനസ്സിലായോ? ഈ ഡിക്ക് ഉള്ളിലുള്ള ഭാഗം അല്ല ഈ സെൻട്രിൽ കാണുന്നത്, രണ്ട് ഡിക്കും ഇടയ്ക്കുള്ള ഭാഗം. ആ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് പോസിബിൾ ആണ്, പക്ഷെ ഡീസിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ആ ഗ്യാപ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആ ഗ്യാപ്പിൽ മാത്രം ആക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടു. ആ ഗ്യാപ്പിൽ വെച്ച് ചാർജ്ഡ് പാർട്ടിക്കിളുകൾ ആക്സിലറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ചാർജ്ഡ് പാർട്ടിക്കിളുകൾ ഈ ഗ്യാപ്പിൽ വെച്ച് ആക്സിലറേറ്റ് ചെയ്യും. ഇനി നമ്മൾ അതിന്റെ വർക്കിങ്ങിലേക്ക് പോവുകയാണ്. അതിനുവേണ്ട ഇക്വേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷനുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അന്നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനുകൾ സൈക്ലോട്രോണിന്റെയും കൂടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. സൈക്ലോട്രോൺ ഫ്രീക്വൻസിയും ടൈം പീരീഡും വെലോസിറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിങ്ങിലേക്ക് വരികയാണ്. ഈ സൈക്ലോട്രോണിന്റെ ഏറ്റവും സെന്ററിൽ, അതായത് ഈ സെമി സർക്കുലർ ഷേപ്പിലിരിക്കുന്ന സിലിണ്ടറിക്കൽ പാർട്ടിന്റെ അല്ലെങ്കിൽ ഡീസിന്റെ സെന്ററിൽ കൊണ്ടുപോയി ഒരു സോഴ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിളെ നമ്മൾ വെക്കും. അത് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാകാം, നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാകാം. വളരെ ലോ മാസീവ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ പോലെയുള്ള പാർട്ടിക്കിളുകളെ വെക്കാറില്ല. ന്യൂട്രോണോ പ്രോട്ടോണോ ഒക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക കാരണമുണ്ട്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് മാസ് ആയതുകൊണ്ട് ഹൈ വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ അതിന് റിലേറ്റിവിസ്റ്റിക്, ഐൻസ്റ്റീന്റെ തിയറി അനുസരിച്ച് റിലേറ്റിവിസ്റ്റിക് മാസ് വേരിയേഷൻ ഉണ്ടാവും. അതിന്റെ മാസിന് വേരിയേഷൻ വരുന്നതുകൊണ്ട് സൈക്ലോട്രോണിന്റെ റെസൊണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ റെസൊണൻസ് കണ്ടീഷൻ എന്താണെന്നുള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ സോഴ്സിൽ നിന്നും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും. അപ്പൊ ഈ എമിറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിൾ ലെറ്റ് ഇറ്റ് ബി പോസിറ്റീവ്ലി ചാർജ്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് എങ്ങോട്ട് മൂവ് ചെയ്യാനായിരിക്കും ടെൻഡൻസി ഉള്ളത്? ഡെഫിനറ്റ്ലി പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളിന് നെഗറ്റീവ് ഡിയിലേക്കാണ് ട്രാവൽ ചെയ്യാനുള്ള ടെൻഡൻസി. ഇനി നമ്മൾ ഈ എക്സ്പെരിമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ റീജിയണിനെ അല്ലെങ്കിൽ ഇതിനെയെല്ലാം നമ്മൾ ഒരു വാക്യൂം ചേംബറിനുള്ളിൽ പ്ലേസ് ചെയ്യും. ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കാം എന്തിനാണ് നമ്മൾ വാക്യൂം ചേംബർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാം. വാക്യൂം ചേംബർ ഉപയോഗിക്കാൻ കാരണം ഇവിടെ നമുക്ക് വാക്യൂമല്ല എയർ ഉണ്ടെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിളുകൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഈ എയറിലുള്ള മോളിക്യൂൾസുമായിട്ടും ആറ്റംസുമായിട്ടും ഒക്കെ കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എയറിലുള്ള പാർട്ടിക്കിളുകളുമായിട്ട് കൊളൈഡ് ചെയ്യും. ഇങ്ങനെ എയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്താൽ ഈ ചാർജസ് അവിടുന്ന് അതിന്റെ നോർമൽ സിറ്റുവേഷൻ മാറിയിട്ട് അല്ലെങ്കിൽ ഡയറക്ഷൻസ് മാറിപ്പോകാനും അതുമൂലം നമ്മൾ പറഞ്ഞ റെസൊണൻസ് കണ്ടീഷൻ, പിന്നീട് നമ്മൾ പഠിക്കും എന്താണെന്നുള്ളത്, റെസൊണൻസ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടാതെ പോവുകയും ചെയ്യും. അപ്പോൾ വാക്യൂം ആക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വാക്യൂം ചേംബർ ഉപയോഗിക്കാൻ കാരണം ഇറ്റ് ഈസ് ടു അവോയ്ഡ് ദ കൊളിഷൻ ബിറ്റ്വീൻ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ദ അതർ പാർട്ടിക്കിൾസ് ഇൻ എയർ, അല്ലെങ്കിൽ എയർ മോളിക്യൂൾസുമായിട്ടുള്ള കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ. ഇനി ഈ ചാർജ്ഡ് പാർട്ടിക്കിളുകൾ അങ്ങനെ എമിറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പർ ആൻഡ് ലോവർ പാർട്ടിൽ ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റ് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ലോറൻസ് കമ്പൈൻഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇനി ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പാത്താണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ സോഴ്സ് ഒരു പർട്ടിക്കുലർ ചാർജ് പാർട്ടിക്കിളിനെ അവിടെ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിൾ ഏത് ഡി ആണോ അതിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ളത് ആ ഡിയിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ എമിറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിൾ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ആദ്യം നെഗറ്റീവ് ചാർജുള്ള ഡിയിലേക്ക് അത് ട്രാവൽ ചെയ്യും. മനസ്സിലായോ? ആ നെഗറ്റീവ് ചാർജുള്ള ഡിയിലേക്ക് അത് ട്രാവൽ ചെയ്യുമ്പോൾ അതിനെ ഈ ഗ്യാപ്പിൽ വെച്ച് മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും.
അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ഡി അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ ആ ഡിക്കുള്ളിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ ഡിക്കുള്ളിൽ വെച്ച് ആ ആക്സിലറേറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിളിന് നമുക്കറിയാം ഡിക്കുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെന്നാണ് പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡിൽ പെട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ സർക്കുലർ മോഷനിൽ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സാക്ട്ലി സർക്കുലർ മോഷൻ ആകുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ കറങ്ങിയിട്ട് ഒരു ഡിയിൽ നിന്നും പുറത്തേക്ക് വരും. കറങ്ങി വരുന്ന ഇത് പുറത്തേക്ക് ഈ ഗ്യാപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന മൊമെന്റിൽ തന്നെ, അങ്ങനെയാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ മൊമെന്റിൽ തന്നെ ഈ ഡീസിന്റെ പൊളാരിറ്റി മാറും. എന്ന് പറഞ്ഞാൽ ആദ്യം D1 പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ നെഗറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജുള്ള D1ലേക്ക് പോകുന്നു. അതിലൂടെ അതിനുള്ളിൽ ലോറൻസ് മാഗ്നറ്റിക് ഫീൽഡ് മൂലം അതിങ്ങനെ ചുറ്റി കറങ്ങി അത് തിരിച്ച് ഗ്യാപ്പിൽ വരുന്ന മൊമെന്റിൽ ഡിയുടെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. അങ്ങനെ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ പിന്നെ D2 എന്ന് പറയുന്ന ഡി മൂലം അതിനെ അട്രാക്ട് ചെയ്യപ്പെടുകയും ചാർജ്ഡ് പാർട്ടിക്കിൾ അതിനുള്ളിലേക്ക് കയറുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇത് D2-ൽ ഇത് സർക്കുലർ മോഷൻ ഒബേ ചെയ്യും. ആ സർക്കുലർ മോഷൻ ഒബേ ചെയ്ത് കറക്റ്റ് എക്സാക്ട്ലി ഗ്യാപ്പിൽ വരുന്ന മൊമെന്റിൽ ഈ വീണ്ടും പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് സ്വിച്ച് ചെയ്യും. അങ്ങനെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്ന, അതായത് as soon as the charged particle enters to the gap between the D's, the polarity of the D's will be reversed. This is called resonance condition. ഇതിനെയാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഗ്യാപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന മൊമെന്റിൽ, അതായത് ഡീസിനുള്ളിലൂടെ സർക്കുലർ മോഷൻ ഒബേ ചെയ്ത് ഗ്യാപ്പിൽ വരുന്ന മൊമെന്റിൽ ഈ ഡീസിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് അടുത്ത ഡിയിലേക്ക് ട്രാവൽ ചെയ്യുകയും വീണ്ടും അത് ആക്സലറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കണ്ടീഷനെയാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസൊണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, റെസൊണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അടുത്ത ഡിയിലേക്ക് ഇത് എൻ്റർ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കുറഞ്ഞ് അത് അടുത്ത ഡിയിലേക്ക് പോകാതെ അതിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. മുമ്പോട്ടേക്ക് സ്പീഡ് കൂടിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഹൈ വെലോസിറ്റിയിൽ വരണം, ഹൈ ആക്സലറേഷൻ നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജി കൂടുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് ഗ്യാപ്പിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡി ഇതിനെ അട്രാക്ട് ചെയ്തില്ലെങ്കിൽ, ചാർജ്ഡ് പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്തില്ലെങ്കിൽ, റെസൊണൻസ് കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഹൈ വെലോസിറ്റിയിലേക്ക് വരാതെ വരും. അങ്ങനെ വരാതെ വരുന്നത് കൊണ്ട് നമ്മൾ സൈക്ലോട്രോണിന്റെ പ്രൈമറി ആയിട്ടുള്ള പർപ്പസ് നടക്കിയല്ല. മനസ്സിലായോ? അതാണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് റെഫർ ചെയ്ത് റെസൊണൻസ് കണ്ടീഷൻ പഠിക്കണം. അപ്പോൾ ഓരോ സർക്കുലർ മോഷൻ കഴിയും തോറും, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ സെന്ററിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലിലുള്ള ഡിയുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പിൽ വെച്ച് അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ഡിക്കുള്ളിൽ വരുമ്പോൾ അത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ മാറുന്നുണ്ട്. യൂണിഫോം സ്പീഡിൽ അത് ട്രാവൽ ചെയ്യുകയും ഡിക്കുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂലം, ഓർത്തിരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജ്ഡ് പാർട്ടിക്കിളിനെ സർക്കുലർ മോഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഡിക്കുള്ളിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് മൂലം മാത്രമാണ് സർക്കുലർ മോഷൻ വരുന്നത്. അവിടെ ഡിക്കുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും അത് ആ രണ്ട് ഡികൾക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വരുമ്പോൾ വീണ്ടും ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ആക്സിലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഡിക്ക് ഇടയ്ക്ക് വെച്ച് അതിന്റെ റേഡിയസ് അല്പം ഒന്ന് കൂടും. അപ്പൊ സർക്കുലർ മോഷൻ പെർഫെക്റ്റ് സർക്കുലർ അല്ല. ഗ്യാപ്പിനുള്ളിൽ വരുമ്പോൾ അതിന്റെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിന്റെ വെലോസിറ്റി കൂടിയിട്ട് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത റേഡിയസിൽ അത് അടുത്ത ഡിക്കുള്ളിലേക്ക് കയറും. അവിടെ വീണ്ടും സർക്കുലർ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും ഗ്യാപ്പിൽ വരുമ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ വീണ്ടും റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓരോ തവണ ഗ്യാപ്പിൽ വരും തോറും അതിന്റെ റേഡിയസ് കൂടുകയും വെലോസിറ്റി കൂടുകയും, അതായത് ഗ്യാപ്പിൽ വെച്ച് ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട് അതിന്റെ വെലോസിറ്റി കൂടി അതിങ്ങനെ ഓരോ തവണ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഓരോ ഗ്യാപ്പിൽ വരും തോറും റേഡിയസ് കൂടി ഫൈനലി ഇതൊരു സ്പൈറൽ പാത്ത് ഒബേ ചെയ്ത് അറ്റ് ലാസ്റ്റ് ഇത് നമുക്ക് ഒരു ഡിഫ്ലക്ടർ ഉപയോഗിച്ച് ഇതിനെ ഈ സൈക്ലോട്രോണിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ചാർജ്ഡ് പാർട്ടിക്കിളിനെ സൈക്ലോട്രോണിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമുക്കത് കാണാം എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ സൈക്ലോട്രോണിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പർപ്പസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ സൈക്ലോട്രോൺ and the electric field is acting only in between the D's or only in the gap that electric field acts. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഈ ഗ്യാപ്പിൽ മാത്രമാണ്. ഗ്യാപ്പിൽ വെച്ചാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിക്കുള്ളിൽ എൻ്റർ ചെയ്യും. ഡിയിൽ വെച്ച് ചാർജ്ഡ് പാർട്ടിക്കിളുകളുടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ആക്ട് ചെയ്തുകൊണ്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് അത് സർക്കുലർ മോഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഓർത്തിരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനാണ്. ആ ആക്സലറേറ്റ് ചെയ്യിക്കുകയും അതിന്റെ വെലോസിറ്റി കൂടുകയും ചെയ്യുന്ന ഗ്യാപ്പിൽ വെച്ചാണ്. അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ പർപ്പസ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളിനെ സർക്കുലർ മോഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ചാർജ്ഡ് പാർട്ടിക്കിളിനെ സർക്കുലർ മോഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസി എഫ് സി എന്ന് പറയുന്നത് QB/2πm ആണ്. QB എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ചാർജ്, B മാഗ്നറ്റിക് ഫീൽഡ്, M മാസ് ആണ്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷനിൽ അണ്ടർഗോ ചെയ്ത് ഒരു ഡിയിൽ നിന്നും കൂടെ കറങ്ങി അതിന്റെ ഗ്യാപ്പിൽ വരാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഡിക്കുള്ളിൽ കയറി അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചിറങ്ങി വന്ന്, അതായത് നമുക്ക് ഒരു തവണ സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് D1 കറങ്ങി അവസാനം ഗ്യാപ്പിൽ വന്നു, D2 കറങ്ങി പഴയ പൊസിഷനിൽ തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് ഓഫ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ആ ടൈം പീരീഡ് T എന്ന് പറയുന്നത് 1 സൈക്ലോട്രോൺ ഫ്രീക്വൻസിയാണ്. അതിനെ 2πm/QB എന്നെടുക്കാം. അപ്പൊ ടൈം പീരീഡ് ഓഫ് സൈക്ലോട്രോൺ അല്ലെങ്കിൽ ടൈം പീരീഡ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതിനെ 2πm/QB എന്നെടുക്കാം. അപ്പൊ ഈ എക്സ്പ്രഷൻസ് ഓർത്തിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ചാർജ്ഡ് പാർട്ടിക്കിൾ സൈക്ലോട്രോണിനകത്തൂടെ കറങ്ങി ഫൈനലി ആ വാക്യൂം ചേംബറിൽ നിന്നും അല്ലെങ്കിൽ ആ ചേംബറിൽ നിന്നും ഡീസിൽ നിന്നും അത് പുറത്തേക്ക് വരും. അപ്പോൾ ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് സൈക്ലോട്രോണിനുള്ളിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഒക്കെ പ്രോസസ്സ് ഓർത്തിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടു, അത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇതിന്റെ മോഷൻ കൃത്യമായിട്ട് കണ്ടു അല്ലേ. ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ സെൻട്രലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഡിയുടെ അട്രാക്ഷൻ വഴി അത് ഏതെങ്കിലും ഒരു ഡിക്കകത്തേക്ക് കയറുന്നു. അപ്പോൾ ആദ്യം ഇനിഷ്യലി ഞാൻ പറഞ്ഞു D1 അല്ലെങ്കിൽ D2 പോസിറ്റീവ് ആകാം, ചാർജ്ഡ് പാർട്ടിക്കിൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ഡിയിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിളുകൾ അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ ആ ഡിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആ ഡിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ ഡിയിലൂടെ അത് സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നു. ഗ്യാപ്പിൽ വരുമ്പോൾ വീണ്ടും അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. ഇലക്ട്രിക് ഫീൽഡിൽ പെട്ടത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. ആക്സിലറേറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിൾ വീണ്ടും അടുത്ത സൈക്ലോട്രോൺ അല്ലെങ്കിൽ അടുത്ത സിറ്റുവേഷനിലേക്ക് അടുത്ത ഡിക്കുള്ളിലേക്ക് വരുന്നു. ആ ഡിക്കുള്ളിൽ അത് സർക്കുലർ മോഷൻ ഒബേ ചെയ്യുന്നു. വീണ്ടും ഗ്യാപ്പിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. ഡീസിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഡിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വെച്ച് ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുകയും സർക്കുലർ പാത്തിന്റെ റേഡിയസ് കൂടി ഫൈനലി അത് മാക്സിമം അല്ലെങ്കിൽ ഔട്ടർ സർഫസിൽ അടുത്ത് വന്നിട്ട് ഫൈനലി അതിൽ നിന്നും അത് ഡിഫ്ലക്ട് ചെയ്ത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് വരും. ഇതാണ് നമ്മുടെ സൈക്ലോട്രോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസിയും സൈക്ലോട്രോണിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഓർത്തിരിക്കുക. ഇതിന്റെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കഴിഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്ന ഡെറിവേഷൻസ് പഠിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി റേഡിയസ് ഓഫ് സൈക്ലോട്രോൺ എന്ന് പറയുന്നതിന് നമുക്ക് ക്യാപിറ്റൽ R എന്ന് എടുക്കാം. അപ്പോൾ ആ ക്യാപിറ്റൽ Rന്റെ വാല്യൂ MB/QB ആണ്. MB/QB ആണ് റേഡിയസ് ഓഫ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി, നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv² ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതിന് ½ m × BQR/m എന്ന് എടുക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് ½ m × BQR/m ഹോൾ² എന്ന് എഴുതാം. അപ്പോൾ അതിന്റെ ഇക്വേഷൻ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് B² Q² R²/2m എന്ന് വരും. കൈനറ്റിക് എനർജി B² Q² R²/2m എന്ന് വരും. ഇതാണ് നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക.
അപ്പോൾ ഇവിടെ പ്രത്യേകത അറിയാം, കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ, ചാർജ് ക്യൂ അല്ലേ, അതുപോലെ തന്നെ റേഡിയസ് സൈക്ലോട്രോണിന്റെ അല്ലെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പർട്ടിക്കുലർ റേഡിയസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈക്ലോട്രോണിന്റെ കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഇക്വേഷനുകളെല്ലാം ഓർത്തിരിക്കുക. ഇനി സൈക്ലോട്രോണിന്റെ യൂസ് പറഞ്ഞു. സൈക്ലോട്രോൺ ഉപയോഗിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ വളരെ ഹൈ വെലോസിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഹൈ വെലോസിറ്റിയിൽ വന്നാൽ അതിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് സൈക്ലോട്രോണിന്റെ ലിമിറ്റേഷൻസ് ആണ്. എന്തൊക്കെയാണ് സൈക്ലോട്രോണിന്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. സൈക്ലോട്രോണിന്റെ യൂസിൽ തന്നെ അതിന്റെ ലിമിറ്റേഷൻ വരുന്നുണ്ട്. സൈക്ലോട്രോൺ ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നാണ് അതിന്റെ ഉപയോഗം പറയുന്നത്. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിളുകളെ മാത്രം ആക്സലറേറ്റ് ചെയ്യാനേ നമുക്ക് സൈക്ലോട്രോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അൺചാർജ്ഡ് പാർട്ടിക്കിളുകളെ ആക്സലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോൺ ഉപയോഗിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ചാർജ്ഡ് പാർട്ടിക്കിൾസ് ക്യാൻ ഓൺലി ബി ആക്സലറേറ്റഡ് യൂസിങ് എ സൈക്ലോട്രോൺ. അൺചാർജ്ഡ് പാർട്ടിക്കിൾസ് കനോട്ട് ബി ആക്സലറേറ്റഡ് യൂസിങ് സൈക്ലോട്രോൺ. മനസ്സിലായല്ലോ? ചാർജ്ഡ് പാർട്ടിക്കിളുകളെ മാത്രമേ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ പോലെ ലോ മാസീവ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിളുകളെ ആക്സലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോൺ ഉപയോഗിക്കാൻ പറ്റിയല്ല. കാരണം ലോ മാസീവ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിളുകളിൽ ഹൈ വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ അതിന് മാസിന് വരുന്ന റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യം അടുത്തതായിട്ട് പറയാം. ഡ്യൂ ടു ദ ഹൈ വേരിയേഷൻ ഓർ ലാർജ് വേരിയേഷൻ ഓഫ് മാസ് ഡ്യൂ ടു റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ, electron like small charged particles cannot be, or that low massive charged particles cannot be accelerated using cyclotron. ഇപ്പോൾ രണ്ട് ലിമിറ്റേഷൻസ് ആയി. ഇനി അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആണ്. ഈ ഡീസ് എന്ന് പറയുന്ന ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഡിവൈസ് ആണ്. ഡീസിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ ഡീസിന്റെ ഇത്രയും എൻറ്റയർ സ്പേസിൽ ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ലോങ് ടൈമിലേക്ക് അപ്ലൈ ചെയ്യാൻ, അതായത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇത്രയും ലാർജ് റീജിയണിൽ അപ്ലൈ ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ സൈക്ലോട്രോണിലുണ്ട്. അതാണ് അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദ എൻറ്റയർ റീജിയൺ ഓഫ് സൈക്ലോട്രോൺ. അപ്പോൾ ഈ മൂന്ന് പോയിന്റുകൾ ഓർത്തിരിക്കുക. അപ്പോൾ ലോ മാസീവ് പാർട്ടിക്കിളുകളെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയല്ല, ചാർജ്ലെസ് പാർട്ടിക്കിളുകളെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയല്ല, അതുപോലെ വളരെ ഹൈ വെലോസിറ്റിയിലേക്ക് നമുക്ക് ചാർജ്ഡ് പാർട്ടിക്കിളിനെ, അങ്ങനെ ഒരു കേസ് കൂടെ ഉണ്ട്. നമുക്ക് നാലാമത്തെ പോയിന്റ് ആയിട്ട് അത് വേണമെങ്കിൽ പറയാം. ലൈറ്റിന്റെ വെലോസിറ്റിയോട് അടുത്ത് ഒരിക്കലും നമുക്ക് ചാർജ്ഡ് പാർട്ടിക്കിളുകളെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയല്ല. കാരണം ആ സമയത്ത് റെസൊണൻസ് കണ്ടീഷൻ, ഓർക്കുന്നുണ്ടാവും റെസൊണൻസ് കണ്ടീഷൻ എന്താണെന്ന്. ചാർജ്ഡ് പാർട്ടിക്കിൾ ഗ്യാപ്പിൽ വരുന്ന മൊമെന്റിൽ തന്നെ സൈക്ലോട്രോണിന്റെ ഡീസിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. റെസൊണൻസ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളിനെ ലൈറ്റിന്റെ സ്പീഡിനോട് അടുത്ത് ട്രാവൽ ചെയ്യിക്കാൻ പറ്റിയല്ല. ഓക്കെ, അപ്പൊ 4 പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ലോ മാസീവ് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് കനോട്ട് ബി ആക്സലറേറ്റഡ് യൂസിങ് cyclotron. Second one, chargeless particles cannot be accelerated using cyclotron. Then third one, due to the variation of relativistic variation of mass, the charged particles cannot be accelerated nearly equal to the velocity of light, because when the charged particle is accelerated nearly equal to the velocity of light, the resonance conditions will be violated. And the last point ആയിട്ട് പറഞ്ഞ ഏതായിരുന്നു? നമുക്ക് ഈ എൻറ്റയർ റീജിയണിൽ ഡ്യൂ ടു ദ ലാർജ് സൈസ് ഓഫ് ദ സൈക്ലോട്രോൺ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദ എൻറ്റയർ റീജിയൺ ഓഫ് ദ സൈക്ലോട്രോൺ. ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ് പറഞ്ഞത്. നല്ലപോലെ പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.